നമ്മളങ്ങനെ ഉക്രൂലിലേക്ക് പോകുന്ന റൂട്ടാണ് ഫുള്ള് സീനാന്ന് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കയറി വേണം പോകാൻ. നമ്മൾ വന്ന റൂട്ടാണ് ഈ കാണുക. പുറകിലൊരു ആർമിയുടെ ക്യാമ്പൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടെയാണ് സ്റ്റേ ചെയ്താ. അങ്ങനെ അവിടെ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. നമ്മളെ പോണ ഉക്രൂൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു ഇതാണ് കേട്ടോ, ഷിറോലിലി ഫെസ്റ്റിവൽ. അവിടെ ഒരു ഈ ഒരു ഫ്ലേവർ കണ്ടില്ലേ, ഇതിന് എന്താണ് ഒരു ടൈമാണ് കേട്ടോ. ശരിക്കും മെയ് 20 തൊട്ട് 24 വരെ കേട്ടോ. അപ്പോൾ അവിടെ ഇതേപോലെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ടെൻറ്റ് ക്യാമ്പിങ്, പിന്നെ ഫുഡിൻ്റെയൊക്കെ ഇത്, പിന്നെ DJ പാർട്ടി, പിന്നെ ഹൈക്കിങ്, എല്ലാ പരിപാടിയും ഉണ്ട്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ ഉള്ളത് ഉക്രൂൽ പോണ റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ ഒരു ക്യാമ്പിൽ നമുക്ക് സ്റ്റേ കിട്ടിയേട്ടാ. നമ്മൾ വന്ന വഴിക്ക് ഏകദേശം ഒരു വൈകിട്ടായി. നമ്മൾ ചായ കുടിക്കാണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പട്ടാളത്തിൻ്റെ ക്യാമ്പായിരുന്നു, അപ്പോൾ ആർമി ക്യാമ്പായിരുന്നു. അപ്പോൾ ചായ കുടിക്കാണ്ട് വിളിച്ചാൽ അങ്ങനെ ചായ കുടിച്ച്. അപ്പോൾ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അവരെന്നോട് പറഞ്ഞ് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ഫുഡായിട്ടില്ല. അപ്പോൾ എന്നോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ എന്നോട് പറഞ്ഞാണെങ്കിൽ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് സ്റ്റേജിൻ്റെ കാര്യങ്ങളെല്ലാവരും റെഡിയാക്കി തന്ന്. ഞാൻ പറഞ്ഞു ടെൻ്റ് അടിക്കാൻ സ്പേസ് അവിടെ എവിടെയെങ്കിലും മതി, ഞാൻ അവിടെ ടെൻ്റ് അടിച്ചോളാന്ന് പറഞ്ഞു. ഇതൊന്നും കുഴപ്പമില്ല, ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ കിടന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. പിന്നെ പോണ വൈകിതേ അടിപൊളി പൂക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടാ ഉണ്ടല്ലേ. പൂ പറിച്ചെടുക്കാം കണ്ടാ, അത്യാവശ്യം ഇതന്നെ കേട്ടോ. പോണ വഴിക്കൊക്കെ പൂക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോണത് ഉക്രൂൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടെ ശരിക്കും ഷിറോലിലി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. അവിടെ ഒരു മനോഹരമായൊരു പൂ തന്നെ ഉണ്ടാകുന്നൊരു ടൈമാണ് ഈ ഒരു സമയത്ത്. നമുക്ക് ട്രക്കിങ് ചെയ്ത് പോവാം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. ഒരു പിടുത്തമില്ല കേട്ടോ. നമുക്ക് എന്തായാലും പയ്യെ പോവാം. കാരണം ഇന്ന് 15-ാം തീയതി ആയിട്ടുള്ളൂ കേട്ടോ. ഏകദേശം 5 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പയ്യെ ഇരുന്നിരുന്ന് പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത്യാവശ്യം കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പോണ റൂട്ടാണ്ടാ, അത്യാവശ്യം കയറ്റമുണ്ട്. പിന്നെ അത് റോഡ് ഇങ്ങനത്തെ അവസ്ഥയുണ്ടാ. ഇനി ഏകദേശം ഒരു 50-സംതിങ് കിലോമീറ്റർ ഉണ്ട്. ചെറിയ രീതിയിൽ വെയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7 മണി കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ. 7 മണി ആയിട്ടില്ലെന്ന് തോന്നുന്നുണ്ടാ. അതെ 7:20 ആയിട്ടുള്ളൂ കേട്ടോ. കയറിക്കൊണ്ടിരിക്കുന്ന ടൈമിലേ ഞാനിവിടെ ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ. സിമോൾ വില്ലേജ് എന്നാണ് എൻ്റെ പേര് കേട്ടോ. ചെറിയൊരു വില്ലേജാണ്. അധികം വീടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം കൃഷിപ്പാടങ്ങളുണ്ട്. പക്ഷേ ഇപ്പം കൃഷി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇനിയൊരു അടുത്ത മാസമൊക്കെ ആകുമ്പോഴാണ് ഇവർ കൃഷി സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് നമ്മളോട് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് കേട്ടോ. ഉണ്ടല്ലേ കണ്ട ഗ്രാമം. അധികം വീടൊന്നുമില്ല. പിന്നെ അവിടെ ഒരു ചർച്ച ഉണ്ട് കേട്ടോ. ഏകദേശം കുറച്ച് വീട് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള കാര്യമുണ്ടോ, ഈ ഉൾഗ്രാമങ്ങളിലുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും എമർജൻസിയൊക്കെ വരുമ്പോൾ എങ്ങനെ ഇവിടെ നിന്ന് പോകുന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഇനി ഇവർക്ക് ഒരു മെയിൻ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇംഫാലൊക്കെ പോകണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതുപോലെ നല്ല ഒരുപാട് സാധനങ്ങളൊക്കെ വന്നെങ്കിൽ ഒരുപാട് ദൂരം വണ്ടിയിൽ നിന്ന് ഇങ്ങനെ വന്നം. അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവർക്ക്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവർ ഈ കൃഷി എന്നുള്ള സാധനങ്ങളൊക്കെ എടുത്താണ് ഇവർ യൂസ് ചെയ്യാനായിട്ട് മെയിനായിട്ട്. ചെറിയ ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ എന്തായാലും പയ്യെ കയറാം. നമുക്ക് നല്ലൊരു മഴയ്ക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. മഴ പൊടിയാണ് നോക്കിയേ. പെട്ടെന്നാ തോന്നണ നല്ല കയറ്റോട്ടെ. എവിടെ കയറിക്കാൻ പറ്റിയിട്ട് മഴ പെയ്ത് പണിയായിട്ടാ. റെയിൻകോട്ട് ഉണ്ട്, റെയിൻകോട്ട് എടുത്തിരുന്നു കേട്ടോ. നമുക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ഇറക്കം കിട്ടിയേട്ടാ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇറക്കം തുറന്ന് നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കണ നല്ല തണുപ്പുണ്ട് ഇവിടെ. ഒരു മഴ പെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതാ മലയുടെ മേലിൽ കണ്ടില്ലേ കോടയുണ്ട് ഈ കാണുന്നത്. കോടയാണല്ലേ അത് തന്നെ കോട തന്നെയുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു പോകണ വഴിക്ക് അടിപൊളിയായിട്ട് വീണ്ടും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ ഇറക്കമൊക്കെ കഴിഞ്ഞ് നേരെ ചെല്ലുമ്പോൾ വീണ്ടും ഒരു കയറ്റവും കാര്യങ്ങളൊക്കെ വന്നിട്ട് കേട്ടോ. അവിടെ കണ്ടില്ല, അവിടെയൊക്കെ BSFകാർ ഇപ്പോൾ ഉണ്ട്. കാരണം ഇവിടെ ഷിറോലിലി ഫെസ്റ്റിവൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഫുള്ള് പട്ടാളക്കാരൊക്കെയാണ് റോട്ടിൽ. നമ്മൾ വന്നവയ്ക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലത്തെ ഹായ് दीदी सेकंड दीदी फिफ्थ वाला आ गया. अच्छा ये सेकंड का बेटी നമ്മളങ്ങനെ വീണ്ടും നമ്മളെ ചാനൽ കണ്ടുപിടിയാണ്. അപ്പം സൈക്കിൾ വീണ്ടും വണ്ടിയിട്ട് കയറ്റി ഇവർ നേരെ ഉള്ളിലേക്കാണ്ട് പോകണം. അപ്പോൾ നമ്മൾ വന്നൊഴിക്ക് എന്നെ വിളിച്ചത് ആൾ വന്നിട്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞു. വെച്ചാൽ
എന്തായാലും കാണാൻ പറ്റിയ സന്തോഷം. അവിടെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണ്ട കേട്ടാ. आपका व्लॉग है ये व्लॉग. അപ്പോൾ നമ്മൾ പോണ റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാ ഭയങ്കര സന്തോഷിപ്പ്. കാരണം നമ്മൾ വന്നോക്കാം അച്ഛാ. അപ്പം മേലിലൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവർ ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ടാണ്ടാ പോണം. അതിൽ വണ്ടിയിൽ പുറകിലൊക്കെ വേറെ വണ്ടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ओके ओके ठीक है बाय बाय बाय. അപ്പോൾ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ഇറക്കി. ഓക്കെ ബൈ ബൈ. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇറക്കി പാക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ സൈക്കിളെല്ലാം സെറ്റ് ചെയ്തിട്ടാ. അപ്പോൾ ഇവിടെ എല്ലാം ഇറക്കി വെച്ചേക്കാണ്. എല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയേട്ടാ. കാരണം അവർ ഈ റൂട്ടാണ് പോയത്. നമുക്ക് ഈ ഒരു റൂട്ടാണ് പോകേണ്ടത്. കണ്ടില്ലേ, ഇതൊരു ചെറിയൊരു ജംഗ്ഷനാണ്. 2 റൂട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ഇങ്ങോട്ടാണ് ഉക്രൂലിലേക്ക് പോകേണ്ടത്. ശരിക്കും നമ്മൾ വന്ന റൂട്ടാണ് കേട്ടോ ആ കാണുന്നത്. കണ്ടില്ലേ. അപ്പോൾ ഓൾറെഡി ഞാൻ വന്ന വഴിക്ക് തന്നെ ഓൾറെഡി പയ്യെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഉക്രൂലിലേക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ പോണ വഴിക്ക് കാണാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ആൾ എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന്, ഞാൻ സൈക്കിളെ വീട്ടിൽ തന്നെ വരാനാണ് പ്ലാൻ ഇട്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞു കയറി, ഞാൻ ഇവിടം വരെ ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളി എന്നെ ഇവിടം വരെ ഇറക്കി തന്നിട്ടാ. ഇനി നമ്മൾ നേരെ ഉക്രൂലിലേക്കാണ് പോകുന്നത്. പയ്യെ പോകാമെന്ന് വെച്ചാൽ, കാരണം 20-ാം തീയതിയാണ് പരിപാടി. ഇവിടെ ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരവിടെ ഇവരുടെ എന്തോ വീട്ടിലെ എന്തൊരു പരിപാടി കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് അങ്ങോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അവർ തിരിച്ചു പോകും. നമ്മളെന്തായാലും ഇവിടെ 2-3 ദിവസം നിൽക്കാനാണ് പ്ലാൻ ഇട്ടേക്കണം. എന്തായാലും ഓക്കെ, പയ്യെ സ്റ്റാർട്ട് ചെയ്യാത്ത റൈഡ്. ഒരു JCB തന്നെ അവിടെ ഇല്ല, അവിടെയാണ് വണ്ടി നിർത്തിയത്. ആ റൂട്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇങ്ങാട് വന്നിട്ട് നമുക്ക് ഇങ്ങാടാണ് പോകേണ്ടത് കേട്ടോ. ഈ ഒരു റൂട്ടാണ് പോകാനുള്ളത്. അവർ പോയത് ആ റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഉക്രൂലി എന്താണ് ചിങ്കായ് ജസാമി എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്നൊക്കെ എന്തോ ഒരു ബോർഡറൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് മ്യാൻമറിലേക്ക്. അപ്പോൾ അറിയില്ല കേട്ടോ, നമുക്കിവിടെ ആരോട് ചോദിച്ചു നോക്കാം. കണ്ടില്ലേ, 5th ഷിറോലിലി ഫെസ്റ്റിവൽ ഇങ്ങനെ അടിയിൽ കൂടി ഇങ്ങനെ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ പോകണേക്കൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്ട. ഇത് 11th പോസ്റ്റാണ് കേട്ടോ. 11th ഗ്രൗണ്ടാണ്. അടിപൊളിയായിട്ടാണ് കണ്ടിട്ട്. ഇപ്പോൾ ഒരു വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര നേരം ചെറിയ തണുപ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു വെയിൽ വന്നിട്ടാ. അടിപൊളിയായിട്ടാ 11th പോസ്റ്റ് കാണാൻ വേണ്ടി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകണം കേട്ടോ. ഞാനിങ്ങനെ പോകണേണ്ടി ജസ്റ്റ് ഒന്ന് കയറിയതാണ്. എന്തായാലും നമുക്ക് പയ്യെ പോകട്ടോ. ഇവിടെ പിള്ളേരെ കളിക്കേണ്ട കളിയെങ്കിലും കാണാറുണ്ട് കുറച്ച് നേരം. എന്തായാലും കാരണം ഞാൻ പറഞ്ഞല്ല പയ്യെ പോകാമെന്ന് വെച്ച്. ഇവിടെ ഫെസ്റ്റിവലിന് 5 ദിവസം കൂടെ ടൈം എടുക്കും തുടങ്ങാൻ വേണ്ടി. അപ്പോൾ അത് കണ്ടിട്ട് പോകാമെന്ന് വെച്ചിങ്ങനെ പോകണമെങ്കിൽ കണ്ടതാണ്ടാ. ഇവിടത്തെ വീടുകൾ നോക്കി ഫുള്ള് മറ്റേ മരങ്ങൾ വെച്ചുണ്ടാക്കിയതാണ്ടാ. പക്ഷെ ഇവിടെ ഒന്നും ആരെയും കാണല്ല, എനിക്കൊന്നും ആരും ഇല്ലെന്ന് തോന്നട്ടാ. ജീസസ് ഈസ് കമ്മിങ്, ആർ യു റെഡി എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. കണ്ടില്ലേ, ഫുള്ള് മരങ്ങൾ കൊണ്ടാണ്ട പണിതേക്കണം. ഇത് ഇഷ്ടി വെച്ചാണ്ടാം, അതായത് ഇഷ്ടി വെച്ചും പിന്നെ ഈ വാതിലൊക്കെ മരം വെച്ചാണ്ട പണിതേക്കണം. നോക്കി അടിപൊളിയാണ്ടാ. ഇത് ഒരു ചെറിയൊരു കടയുണ്ട്. പെട്രോൾ ഡീസലൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ബ്ലാക്കിന് കിട്ടും. കാരണം ഇവിടെയൊന്നും പെട്രോൾ പമ്പുകളൊന്നും ഇല്ല. പക്ഷേ ഇവിടെ വേറെ വീട്ടുകളിൽ ആരെയും കണ്ടിട്ടില്ല കേട്ടോ. ഓരോരുത്തരും ഇങ്ങനെ പണിക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഇത് പന്നിക്കൂടാണ് കേട്ടോ കാണണം. പിന്നെ അതുപോലെ അവിടെ ഒരു കാറ് കാണല്ലേ, ഇത് ടാക്സിയാണ് കേട്ടോ. ഇവിടുത്തെ കാറുകൾ നമ്പർ പ്ലേറ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഒന്നല്ലെങ്കിൽ ഒരു യെല്ലോ റെഡ്, അല്ലെങ്കിൽ യെല്ലോ വൈറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ ആയിക്കോട്ടെ. പക്ഷേ അതിൻ്റെ ഒപ്പം ഒരു യെല്ലോ കളർ ഉണ്ടാവും കേട്ടോ. ആ കാണുന്ന വണ്ടിയെല്ലാം ടാക്സിയാണ്. ഇവിടെ നമ്പർ പ്ലേറ്റിനൊന്നും അങ്ങനെ കളർ ചേഞ്ച് ഒന്നും ഇല്ല കേട്ടോ. വൈറ്റ് തന്നെയാണ് വന്നത്. പിന്നെ ഇവിടെ നിന്നുള്ള കാഴ്ചയൊക്കെ അടിപൊളിയാണ്. നമുക്ക് എന്തായാലും അങ്ങാടേക്കാണ് പോകേണ്ടത്. എന്തായാലും പയ്യെ അങ്ങാടേക്ക് നീങ്ങാട്ടോ. പിന്നെ വന്നോയ്ക്ക് ഒരു ചെറിയൊരു ഇത് കണ്ടിട്ടോ. അപ്പോൾ അങ്ങാട് വന്നതാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ അത്യാവശ്യം വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ചെറിയൊരു വീടാണ്. പിന്നെ അത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ വീട് കാര്യങ്ങളൊക്കെ. ഇതൊരു എന്താണ് പറയുക, ഒരു പാടശേഖരം പോലെ. പിന്നെ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എനിക്കൊന്നും കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പിന്നീട് അവർ ചെയ്യുമെന്ന് തോന്നട്ടാ. അവിടത്തേക്ക് വീട് കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് അങ്ങാടൊക്കെ പോയിട്ടില്ല. എൻ്റെ സൈക്കിൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടോ ഇവിടുന്ന് കാണാൻ വേണ്ടി. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോവാം.
ഞാനിങ്ങനെ ജസ്റ്റ് വന്നോയ്ക്ക് കണ്ട കാഴ്ച കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നിറങ്ങി വീഡിയോസൊക്കെ എടുക്കാമല്ലാന്ന് വെച്ച്. ഇനിയിപ്പോൾ ഉക്രൂലിലേക്ക് ഏകദേശം 19-20 കിലോമീറ്ററിൻ്റെ അടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ പയ്യെ പോയാൽ മതിയല്ല, അങ്ങനെ വിചാരിച്ചിരിക്കണേ. അത് നോക്കാം. ഇവിടേക്ക് എന്തോ വീട് കാര്യങ്ങളൊക്കെ ഉണ്ടേ അല്ല, ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി ഇതിലേക്ക് തന്നെ കേട്ടോ. മീനുണ്ടോ എന്ന് ഡൗട്ടുണ്ട്, മീനുണ്ടോ ഇല്ലയെന്ന് അറിയില്ല കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂല കേട്ടോ. ഞാനിങ്ങനെ വന്നപ്പോൾ ഇവിടെ പൂണ്ടുപോയി. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാട്ടാ. അയ്യോ അടിപൊളിയാട്ടാ. കാരണം ഇവിടെ ചെളിഞ്ഞ് പോകുന്നുണ്ട്. ഞാനിപ്പോൾ ചെളിഞ്ഞ് വീഴാൻ പോയതാണ്. വീണതിനകത്ത് തീർന്നതിന് അല്ല, ഫുള്ള് ചെളിയായിരുന്നു കേട്ടാ. അതല്ലേ ഇപ്പം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കിടിലം കാഴ്ച തന്നെ കേട്ടാ. ഇത് നോക്കിയേ, അടിപൊളിയല്ലേ. ഇത് ഒരു വീടുണ്ട് കേട്ടോ നടുക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ ഒരു പുള്ളി പണിയെടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ആ വീട്ടുകാരനാണെന്ന് തോന്നുന്നത്. ശരിക്കും നമ്മൾ നിന്നേച്ചാൽ അവിടെയായിരുന്നു കേട്ടോ. ആ ഒരു സ്ഥലത്താണ് നമ്മൾ നിന്നേച്ചത്. അവിടെ നിന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് റോഡ് വഴി ഇങ്ങനെ വന്ന് ഇങ്ങനെ ഞാൻ അപ്പോൾ ജസ്റ്റ് ഒരു ഇത് കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് നമ്മളൊരു ഇത് കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് ഇങ്ങനെ നിർത്തിയതാണ്. നമ്മുടെ സൈക്കിൾ ഇവിടെ ഇപ്പണ്ട് കണ്ടില്ലേ, അടിപൊളി കാഴ്ച കേട്ടോ. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പാമ്പൊക്കെ ഇങ്ങനെ കണ്ടില്ലേ. പിന്നെ ഇത് അവിടെയൊക്കെ ഇങ്ങനെ തട്ട് പോലെയൊക്കെ കൃഷിയാണ് കേട്ടോ അവിടെയൊക്കെ. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ കുറച്ച് ഇതും കൂടെ കഴിയുമ്പോൾ ഇവിടെ പുല്ല് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് നെൽകൃഷിയാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അറിയില്ല കേട്ടോ എന്താ സംഭവം എന്ന്. എന്തായാലും നമുക്ക് ഈ കൃഷിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അറിയില്ല. എനിക്ക് കണ്ടിട്ട് നെല്ലായിട്ടാണ് തോന്നുന്നത്. അവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ, അത് കണ്ടില്ലേ, നെല്ലാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അടിപൊളിയാണ് ഇവിടുന്ന് കാണാൻ വേണ്ടി. അങ്ങോട്ടേക്ക് വെള്ളം പോണത്, ശരിക്കും അങ്ങോട്ടേക്ക് വെള്ളം പോണത് കണ്ടില്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ മേലിൽ നിന്ന് ഇങ്ങനെ വന്നാട്ടാണ് പോണത്. ഒഴുകി എനിക്ക് തോന്നണേ ഇവിടെ നിന്ന് എവിടെ ഒരു പൈപ്പ് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും വെള്ളം ഒഴുകി വന്നിട്ടുണ്ട് കേട്ടോ മലയിൽ നിന്ന്. ഇവിടുന്ന് അതിങ്ങനെ കണക്ട് ചെയ്ത് ഒരു ചാല് പോലെ ആക്കിയിട്ട് ഇങ്ങനെ നേരെ കൃഷിപ്പാടത്തിലേക്ക് പോകണം കേട്ടോ. ഫുള്ള് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫുള്ള് നിറഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇതാ കാണുന്നതാണ് കേട്ടോ ഉക്രൂലി. കണ്ടില്ലേ, ഒരു ടൗണാണ്. അവിടെ ഒരു പുകയൊക്കെ പോകണുണ്ടല്ലേ, അതാണ് കേട്ടോ ഉക്രൂലി ടൗണ്. നമ്മൾ ഇങ്ങനെ കയറി വേണം പോകാൻ. നമ്മൾ നല്ല കയറ്റം കയറിയൊക്കെയാണ് വന്നത്. ഇവിടുന്ന് അത്യാവശ്യം പോകാനുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പടിക്കാണ്ട്, തണുത്ത കാറ്റടിക്കാണ്ട് കേട്ടോ. എന്നാലും ചില സ്ഥലങ്ങളിൽ വെയിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 5 മണി കഴിഞ്ഞേ ഉള്ളൂ. എന്നാലും തണുപ്പുണ്ട്. രാത്രി എനിക്ക് നല്ല തണുപ്പുണ്ടാവും കേട്ടോ. നമ്മൾ ടെൻറ്റൊക്കെ അടിച്ച് സെറ്റായി കിടക്കണം എന്നാലും പ്രതീക്ഷിക്കണം. എങ്ങനെയാണെന്ന് അറിയില്ല, അവിടെ ചെന്നിട്ട് നോക്കാം എന്ന് വിചാരിച്ചിങ്ങനെ കേട്ടോ.